ശ്രീ സന്ദീപ് വാര്യർ, ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനിടെ സ്പീക്കർ ഓം ബിർല പലതവണ ഇടപെട്ടു. അംബാനിയുടെയും അദാനിയുടെയും ഒക്കെ പേര് പറഞ്ഞപ്പോൾ അത് വിലക്കി. അദ്ദേഹം ബജറ്റിന്റെ ഹൽവ ചടങ്ങിന്റെ ഫോട്ടോ കാണിക്കുന്നത് വിലക്കി. കിരൺ റിജിജു പാർലമെന്ററി കാര്യമന്ത്രി മുതൽ രാജ്നാഥ് സിംഗ് വരെ എഴുന്നേൽക്കുന്നു. ട്രഷറി ബെഞ്ചുകളിൽ നിന്ന് വലിയ പ്രതിഷേധവും രാഹുലിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ബഹളവും ഉണ്ടാകുന്നു. രാഹുൽ ഗാന്ധിയെ കൊണ്ട് വലിയ സ്വൈര്യക്കേട് ഉണ്ടാകുന്നുണ്ട് അല്ലേ ഭരണപക്ഷത്തിന്? എന്ന് മാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ തവണ ശിവന്റെ അഭയമുദ്രയായിരുന്നെങ്കിൽ ഇത്തവണ കുരുക്ഷേത്ര യുദ്ധത്തിലെ ചക്രവ്യൂഹമാണ് എടുത്തിട്ടിരിക്കുന്നത്. അഭിലാഷ്, ഇന്ത്യയിലെ പാർലമെന്ററി ചരിത്രത്തിൽ തത്സമയ സംഭാഷണം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം കേൾക്കുന്നത്. എനിക്ക് ഒരു രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ കുറെ കാലമായി രാജ്യത്തെ പാർലമെന്ററി നടപടിക്രമങ്ങൾ ടി വിയിൽ തത്സമയ സംഭാഷണം തുടങ്ങിയ കാലം തൊട്ട് കാണുന്ന ഒരാളാണ്. നിരവധിയായിട്ടുള്ള പ്രതിപക്ഷ നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ പലതവണ കേട്ടിട്ടുണ്ട്. ലാൽകൃഷ്ണ അഡ്വാനിജി, അടൽ ബിഹാരി വാജ്പേയി, അതല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ സുഷമ സ്വരാജ് ഉൾപ്പെടെയുള്ള നിരവധി പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗങ്ങൾ പലതവണ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രതിപക്ഷത്തുള്ള പല നേതാക്കളുടെയും പ്രസംഗം കേട്ടിട്ടുണ്ട്. പലപ്പോഴും സഭയിലില്ലാത്ത ആളുകളെക്കുറിച്ച് പേരുന്നയിക്കുന്ന സമയത്ത് ചെയറിലിരിക്കുന്നവർ അത് തിരുത്താറുണ്ട് എന്നുള്ളത് പലതവണ കണ്ടിട്ടുണ്ട്. ഞാൻ 92 പല പ്രസംഗങ്ങൾ ഓർക്കുകയാണ്. എനിക്ക് തോന്നുന്നു 92 ഡിസംബർ 7 അടൽ ബിഹാരി വാജ്പേയി പ്രസംഗിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ മുലായം സിംഗ് യാദവിന്റെ പേര് പറഞ്ഞപ്പോൾ സ്പീക്കർ അത് വിലക്കുകയും ഉടൻ തന്നെ അടൽജി അത് അദ്ദേഹത്തിന്റെ ഭാഷത്തിൽ നിന്ന് നീക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത് ശരിയാണ്. അത് സ്പീക്കർ പലപ്പോഴും അത് തിരുത്താറുണ്ട്. തിരുത്തുന്ന സമയത്ത് അത് പിൻവലിക്കുക എന്നുള്ളത് സാമാന്യമായിട്ടുള്ള മര്യാദയാണ്. സഭയ്ക്കകത്ത് ഇല്ലാത്ത ആളുകളുടെ പേര് ഉദ്ധരിക്കാൻ പാടില്ല എന്നുള്ളത് സാമാന്യമായിട്ടുള്ള സഭയ്ക്കകത്ത് പാലിക്കേണ്ട നിയമമാണ്. പ്രതിപക്ഷ നേതാവ് അത് പാലിക്കേണ്ടതാണ്. ഇവിടെ രാഹുൽ ഗാന്ധി അത് പാലിച്ചിട്ടില്ല. തീർച്ചയായിട്ടും സ്പീക്കർക്ക് തിരുത്താനുള്ള അവകാശമുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എത്രയോ പ്രതിപക്ഷ നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ കേട്ടിരിക്കുന്നു. പ്രതിപക്ഷത്തു നിന്നുള്ള ഇടപെടലുകൾ കണ്ടിരിക്കുന്നു. വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആളുകൾ പ്രതിപക്ഷത്തുണ്ടായിരിക്കുന്നു. അവിടെ എവിടെയെങ്കിലും രാഹുൽ ഗാന്ധിയെ പോലെ ഇത്ര തരംതാണ രീതിയിൽ, നിലവാരമില്ലാത്ത രീതിയിൽ, വസ്തുനിഷ്ഠമല്ലാത്ത പച്ച നുണയായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരമായി പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ പാർലമെന്റിനകത്ത് പറയുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ? പലപ്പോഴും തിരുത്തുന്ന സമയത്ത് അദ്ദേഹം തന്നെ പറയാണ്, സോറി, എനിക്ക് അതിനെക്കുറിച്ച് അറിയുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ ഓം ബിർള പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ, ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞൊരു കാര്യം. രാഹുൽ ഗാന്ധി പറഞ്ഞു കർഷകരുടെ പ്രതിനിധികളെ സഭയുടെ ഉള്ളിലേക്ക് വരാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞു. എന്താ സ്പീക്കർ പറഞ്ഞത്? നിങ്ങൾ എന്തേ അത് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറയാതിരുന്നത്? രാഹുൽ ഗാന്ധി പറഞ്ഞത് വസ്തുതാപരമായിട്ട് തെറ്റായിട്ടുള്ള കാര്യമാണ്. സഭയ്ക്കകത്തേക്ക് ലോക്സഭയ്ക്കകത്തേക്ക് ജനപ്രതിനിധികളല്ലാത്ത ആർക്കും വന്നിരിക്കാൻ അവകാശമില്ല. അതിനെ രാഹുൽ ഗാന്ധി വയലേറ്റ് ചെയ്തു എന്ന് ഓം ബിർള ഇന്ന് അവിടെ പറഞ്ഞ സമയത്ത് എനിക്ക് അതിനെക്കുറിച്ച് അറിയുമായിരുന്നില്ല, ക്ഷമിക്കണം എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എത്ര കാലമായി രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിലെ അംഗമാണ്? ഒരു 15 വർഷക്കാലമായി അദ്ദേഹം പാർലമെന്റിലെ അംഗമാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടാകേണ്ടതാണ്. അറിവുണ്ടായിട്ടും അറിവില്ലാത്തതുപോലെ നടിക്കുകയാണോ, അതോ ബാലബുദ്ധി എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ വ്യക്തി വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ സ്വസിദ്ധമായിട്ടുള്ള മണ്ടത്തരങ്ങൾ ആവർത്തിക്കുകയാണോ എന്നാണ് സംശയമുള്ളത്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി പറയുന്ന മണ്ടത്തരങ്ങൾ കേട്ട് കൈയടിക്കാനും അതെന്തോ വലിയ സംഭവമാണെന്ന് വ്യാഖ്യാനിക്കും കുറേ ആളുകൾ പുറത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊരു വലിയ പ്രസംഗമായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. അദ്ദേഹം പറയുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന ഭരണഘടനാ പദവിയിൽ ഇരുന്നു കൊണ്ട് പറയുന്നതായതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലുള്ള വ്യക്തത സമയാസമയങ്ങളിൽ വരുത്തേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള ഇടപെടലുകൾ പാർലമെന്റിൽ അതാത് മന്ത്രിമാർ, കൺസേൺഡ് മിനിസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കും. അതിലെന്താ അത്ര വലിയ പ്രയാസമുള്ളത്? രാഹുൽ ഗാന്ധി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെ പറയാൻ അങ്ങനെയല്ലല്ലോ. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന ഭരണഘടനാ പദവിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ കുറച്ചുകൂടി ഉത്തരവാദിത്തോടുകൂടിയുള്ളതാവണം. നുണ പറയരുത്, തുടർച്ചയായി നുണ പറയരുത്. പാർലമെന്ററി നടപടിക്രമങ്ങളെ ലംഘിച്ചുകൊണ്ട് ചിത്രങ്ങൾ ഉയർത്തി കാണിക്കുക, സഭയ്ക്കകത്ത് നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുക, സ്പീക്കറുടെ അധികാരപരിധിയിൽ കയറി സംസാരിക്കുക, സ്പീക്കറോട് ചോദ്യം ചോദിക്കുക, ഇതൊക്കെ പാർലമെന്ററി നടപടിക്രമങ്ങളുടെ ലംഘനമാണ്. ഇത് രാഹുൽ ഗാന്ധിയെ പറഞ്ഞു പഠിപ്പിക്കാനെങ്കിൽ ആരെങ്കിലും തയ്യാറാവണ്ടേ? അദ്ദേഹം വാസ്തവത്തിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള സ്പീച്ച്, അദ്ദേഹത്തിന് എഴുതി കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള സ്ക്രിപ്റ്റ് വായിക്കുന്നതിനപ്പുറം, അതല്ലെങ്കിൽ അത് കാണാപ്പാഠം പഠിച്ചു പറയുന്നതിനപ്പുറം ബജറ്റുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചോ? ഭരണപക്ഷത്തിന് കൂടി സഹായകമാവുന്ന രീതിയിൽ രാജ്യത്ത് ഭരിക്കുന്ന പാർട്ടിക്ക് ബജറ്റിനെ കുറിച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിമർശനങ്ങൾ എന്തൊക്കെ എന്നുള്ളതിലേക്ക് വരാം.